അത് ഗൈസ് അപ്പം നമ്മളിങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ എത്തിയെന്ന് പറയാം. ഒരു മിത്താണ്. അപ്പം നമുക്ക് നേരെ ജയിലിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ അല്ല ഗൈസ് അപ്പം നമ്മൾ ഏറ്റവും മുകളിലപ്പം നമ്മളെ വീട് ഇതാ. അതേപോലെ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷൻ എയർപോർട്ടൊക്കെ അതാ അതിൻ്റെ ഏറ്റവും മുകളിലാണ്. ഇത് അവിടെ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ പോലീസ് വണ്ടി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കോണി കയറി മുകൾക്ക് കയറി അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇന്ന് കുറച്ചൊരു മിത്തുകളാണ്. നമ്മളെ പുതിയ അപ്ഡേറ്റിൽ വന്ന് കുറച്ച് മിത്തുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. ഫസ്റ്റ് മിത്ത് എന്ന് പറഞ്ഞാൽ നമ്മളതിന് ജയിലിൻ്റെ ഉള്ളിലേക്ക് കടക്കുക. നമുക്ക് നേരെ പോവാം. ഹലോ ഗൈസ്, അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തേക്കണേ. ഹലോ ഗൈസ്, അപ്പം ആ ജഗ് പാക്ക് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പം നമുക്ക് നേരെ ഫസ്റ്റത്തെ മിത്തേക്ക് പോവാം. ഈ ഫസ്റ്റത്തെ മിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിലിൻ്റെ അടുപ്പിച്ച് കണ്ട് നമ്മളെ കാറ് നിർത്തണം. അടുപ്പിച്ചങ്ങാണ്ട് നമുക്ക് കാറോ ബൈക്കോ എന്തോ നിർത്താം. അടുപ്പിച്ചാണ്ട് കാറ് നിർത്തിക്കാണ്ട് നമ്മൾ ഇറങ്ങണം. അപ്പം അടുപ്പിച്ച് നിർത്തി നമുക്ക് ഇറങ്ങാം. അപ്പം ഈ ഇറങ്ങുമ്പോൾ നമ്മൾ നേരെ ഇപ്പം ജയിലിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവില്ല. ജയിലിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ ജയിലാണ്. ഇപ്പോൾ ജയിലിൻ്റെ ഉള്ളിലുണ്ടാവും. സംഭവം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തേക്കൊന്നും പോകാൻ പറ്റൂല. നമുക്ക് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ചുമരുമ്മൽ പോയി കണ്ട് നമ്മൾ വണ്ടിൻ്റെ സ്ഥലത്തേക്ക് പോയാണ്ട് കയറാൻ പറ്റുള്ളൂ. കേസ് കണ്ട ഇടിച്ചിട്ടൊന്നും ഓർക്കൂല ജയില്. അപ്പം നമുക്ക് നേരെ വണ്ടിയിൽ പോയി കയറാം. കേസ് വണ്ടി തബ്ബടായിട്ടാണ് നിർത്തുമ്പോൾ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോയി കണ്ട് നമ്മൾ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ആ വണ്ടിയിൽ കയറാം. ഇതാണ് ഫസ്റ്റത്തെ മിത്ത്. കേസ് രണ്ടാമത്തെ മിത്ത് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ ജെറ്റ് പാക്കിൽ കയറിയാണ് ഏറ്റവും മുകൾക്കല്ലാത്ത രണ്ടാമത്തെ നിലയിലേക്ക് പോകണം. കേസ് ഈ നിലയിൽ നിന്ന് കണ്ട് ഇറങ്ങുക. ഇറങ്ങുമ്പോൾ നമ്മൾ അപ്പം ഇതിൻ്റെ മുകളിലെത്തും. കേസ് അപ്പം അതാണ് ഇതിൻ്റെ മുകളിലെത്തി. കണ്ട ഇവിടെ ഇതിക്ക് വേറെ വഴിയൊന്നും വരാൻ പറ്റില്ല. ഇവിടെ സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പൊന്നുമില്ല. കണ്ട ഇവിടെ സ്റ്റെപ്പാണ് ഉണ്ടാവില്ല. ഇങ്ങോട്ട് കയറി വരാൻ സ്റ്റെപ്പൊന്നുമില്ല. കണ്ട ഇവിടെ നിന്ന് നോക്കിയാൽ അടിക്ക് കാണാം. യെസ് അപ്പം ഇതിൽ നിന്ന് ഇവിടുന്ന് ഇനി ചാടാനോ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇവിടുന്ന് അഥവാ രക്ഷപ്പെടണമെങ്കിൽ 11:20 നിൽക്കണം. എന്നാലേ ഇവിടുന്ന് മുകളിൽ നിന്ന് അടിയിലേക്ക് വരുള്ളൂ. നെക്കിക്കണ് അപ്പം ഏറ്റവും മുകളിൽ നിന്ന് അടിയിലേക്ക് എത്തിക്കണ്. അടിയിലേക്ക് എത്തിക്കണ്ട അടിയിക്കല്ലേ മുകളിൽ തന്നെയാണ്. എന്താ ഇവിടെ എത്തി വീണിക്കണ്. ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് നേരെ അടിയിലേക്ക് വീഴാം. അടിയിലേക്ക് നേരെ ചാടാം. ഇതിൻ്റെ മുകൾക്കും ഇതേപോലെ തന്നെ ചാടിയാൽ മതി. നമുക്ക് അടിയിലേക്ക് വീണിക്കണ്. അപ്പം നമുക്ക് നേരത്തെ അടുത്ത മിത്ത് പോവാം. അടുത്ത മിത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും മൂന്നാമത്തെ ഇതാണ്. അടി നമ്മളെ നെതലൊക്കെ കാണണ്ട. ഇതിൽ നമുക്ക് ചില്ലില്ല. നമ്മൾ മുകളിൽ കൂടെ നടക്കണണ്ട. അടിയിലൊന്നുമില്ല. പക്ഷെ നമ്മൾ മുകളിൽ കൂടെ നടക്കും. അതൊരു മിത്താണ്. മുകളിൽ കൂടെ നമ്മൾ അടിയിൽ ഒന്നുമില്ല. അപ്പം മുകളിൽ കൂടെ നടക്കണം. നമുക്ക് നേരെ ഇനി വീട്ടിൽ എല്ലാം മിത്തും കഴിഞ്ഞ്. അപ്പം ഇതൊക്കെ ഇനി മിത്ത്. നമുക്ക് നേരെ ഇനി വീട്ടിൽ പോവാം. ഹലോ ഗൈസ്, അങ്ങനെ വീട്ടിലേക്ക് എത്തിക്കണം. വണ്ടി നമുക്ക് ഇവിടെ നിർത്തിയിടാം. വണ്ടി നിർത്തിയിട്ട് വേണ്ട നമുക്ക് നേരെ വീട്ടിൻ്റെ ഉള്ളിൽ കയറാം. ഗൈസ് നമ്മൾ നേരെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണേ. ഹലോ ഗൈസ്, അപ്പോൾ ഇത് കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ്. അപ്ഡേറ്റ് ഒക്കെ വരുന്ന കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ്. അപ്പം ഇനി കുറച്ച് വീഡിയോ അങ്ങനെ മുന്നെടുത്ത വീഡിയോകളേക്കാരം. ഹലോ ഗൈസ്, അപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നൊരു വീടില്ല. ആ വീട്ടിലേക്ക് നമ്മൾ പോകണം. ഒരു പണിയുണ്ട്. അപ്പം നമുക്ക് ഹെലികോപ്റ്ററിൽ പോകുന്നത് നമ്മൾ ഹെലികോപ്റ്ററാണ്. നമുക്ക് നേരെ വിടാം. അത് വീട് അറിയാത്തവരൊക്കെ പോയി വീഡിയോ കാണാം. നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് വീഡിയോ. നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മുഖ്യമന്ത്രി തന്നു എന്നിട്ട് പാവപ്പെട്ടവർക്ക് കൊടുത്ത വീടുകൾ ഇതാണ് ഗൈസ്. അപ്പോൾ ഈ വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ട്. ഇനി നമുക്ക് നേരെ തിരിച്ചു പോവാം. ഇതാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ കണക്കെടുക്കാൻ വന്നതിന് 10-30 ഉണ്ട്. പക്ഷെ നമ്മൾ കണക്കൊക്കെ എടുത്ത് നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഗൈസ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമുക്ക് നേരത്തെ ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കണം. ഗൈസ് നമ്മൾക്ക് ഇവിടെ ഇറങ്ങാം. ഗൈസ് അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കണം. ഗൈസ് അപ്പോൾ നമ്മൾക്ക് കുറച്ച് സൈക്കിൾ വേണം. അപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി നമുക്ക് തന്ന പാവപ്പെട്ടവർക്ക് കുറച്ച് സൈക്കിൾ കൊടുക്കുകയാണ്. പെരിയിൽ എത്ര ആൾക്കാരുണ്ട് അത്രയും സൈക്കിൾ കൊടുക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് നേരെ ജിമ്മിക്ക് പോവാം. നമ്മൾ സൈക്കിളൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിരിക്കണം. അപ്പം കുറച്ച് കഴിഞ്ഞാൽ എത്തുമെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ജിമ്മ് കഴിഞ്ഞിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പം ജിമ്മൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യത്തില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 1K അടിച്ചണമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിൽ ചാടിയിരിക്കണേ. ഗൈസ് നമ്മൾ ഇവിടുന്ന് നമുക്ക് കയറാം. ഒരു റൗണ്ട് അടിച്ചിട്ട് നമുക്ക് നേരെ കയറാം. ഗൈസ് നമുക്ക് ഇനി സൈക്കിൾ എത്തിയിട്ട് കാണാം. ഗൈസ് നമ്മൾ കയറിയിരിക്കണം. നമുക്ക് ഡ്രസ്സ് മാറാം. ഗൈസ് നമ്മൾ കയറി നമുക്ക് നേരെ ഇനി പോയി ഡ്രസ്സ് മാറ്റണം.
ഗൈസ് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് നമുക്ക് നേരെ ഡ്രസ്സ് മാറ്റാം. അത് ഗൈസ് അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിക്കണം. അപ്പോൾ സൈക്കിളൊക്കെ വന്നിക്കണം. നമുക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് സൈക്കിള്, കണ്ട ഇത്രയും സൈക്കിൾ കൊടുക്കാൻ ഈ വീഡിയോക്ക് 1K വ്യൂസ് കിട്ടിയിരിക്കണമെങ്കിൽ ഇവൾക്ക് ഞാൻ ഒരു സ്കൂട്ടി കൊടുക്കും. ഈ സ്കൂട്ടി ഞാൻ എല്ലാവർക്കും കൊടുക്കും. അപ്പം 1K വ്യൂസ് കിട്ടണം. അപ്പം നമുക്ക് എല്ലാവർക്കും ഞാൻ സ്കൂട്ടി കൊടുക്കണതേക്കരാം. മുഖ്യമന്ത്രി തന്ന എല്ലാവർക്കും ഇപ്പം സൈക്കിൾ കൊടുത്ത പോലെ തന്നെ സ്കൂട്ടിയും കൊടുക്കും. അപ്പം 1K വ്യൂസ് എല്ലാവരും ആക്കുക. നമുക്ക് ഏതായാലും ഒരു സൈക്കിൾ എടുത്ത് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഈ സൈക്കിളായിട്ടൊക്കെ ആൾക്കാർ വന്നോളൂ, നമ്മൾ പറഞ്ഞിട്ടിരിക്കണം. അപ്പം നമുക്ക് നേരെ ഈ സൈക്കിളായിട്ട് പോവാം അങ്ങോട്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് വരുന്നുള്ളൂ. അങ്ങനെ ഇവിടെ നമ്മൾ നമുക്ക് ഇവിടെ നിർത്തിക്കാണ്ട് എല്ലായിടത്തും കൊടുക്കാം. ഓല് വന്നിട്ട് നമുക്ക് എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് ഇവിടെ കുറച്ച് നേരം നിൽക്കപ്പോത്തിന് ഓല് വന്നോളൂ. അല്ല ഗൈസ്, അപ്പോൾ എല്ലായിടത്തും കൊടുത്തിരിക്കുന്ന സൈക്കിൾ 2 പേരിലെ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു പേരിൽ 2 ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് 2.5 കൊടുത്തിരിക്കണം. എല്ലാവരും നന്ദി അറിയാൻ വന്നിരിക്കണേ ഗൈസ്. അപ്പോൾ ഇതൊക്കെ വീട്ടിലുള്ള പോലെ തന്നെ അപ്പോൾ ഞാൻ സൈക്കിളൊക്കെ കാണിച്ചത്. ഇപ്പോൾ 2 സൈക്കിൾ കൊടുത്തിരിക്കണേ. ഓരോ വീട്ടിൽ ചിലപ്പോൾ ഒരു സൈക്കിളൊക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പം 1K വ്യൂസ് എത്തിക്കണമെങ്കിൽ സ്കൂട്ടി കൊടുക്കണേക്കാർ ബൽക്ക് എല്ലാവർക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും 1K വ്യൂസ് എത്തിച്ച് അപ്പോൾ അതാണ് എല്ലായിടത്തും കൊടുത്തിരിക്കണേ. ഇനി നമുക്ക് നേരെ നമ്മളൊരു സൈക്കിളായിട്ട് വന്നില്ല. ആ സൈക്കിൾ നമുക്ക് റോട്ട് കാണാൻ ആർക്കെങ്കിലും കൊടുക്കാം. നമുക്ക് നേരെ ആ സൈക്കിളിൻ്റെ അടുത്തേക്ക് വന്നിട്ട് റോട്ട് കാണാൻ ആർക്കെങ്കിലും പോയി കൊടുക്കാം. നമുക്ക് നേരെ ആ സൈക്കിൾ എടുത്ത് കണ്ട് പോവാം. റോട്ടിൽ കാണാൻ ആർക്കെങ്കിലും കൊടുക്കാം. നമ്മൾ ആ സൈക്കിളിൻ്റെ അടുത്ത് എത്തിക്കണം. നമുക്ക് നേരെ കയറി കണ്ട് പോവാം. അത് ഗൈസ് നമുക്ക് ഏതായാലും കയറി നമുക്ക് നേരെ പോയി നോക്കാം. ഗൈസ് ഇവിടെ ഒരാൾ കാണുന്നുണ്ട്, പോയി ചോദിച്ചു നോക്കട്ടെ വേണമെന്ന്. ബ്രോ, നിങ്ങൾക്ക് സൈക്കിൾ വേണോ? എനിക്ക് സൈക്കിളൊന്നും വേണ്ട, എന്തിനാണ്, എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, എന്നാ വേണ്ട ഗൈസ്. നമ്മളോട് പറഞ്ഞിട്ട് എന്തായാലും വെച്ചാൽ ഓരോരുത്ത് സൈക്കിളും നല്ല വണ്ടികളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പം നമുക്ക് നേരെ പോവാം. നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാം. അല്ല ഗൈസ്, ഇപ്പോൾ ഒരു ലേഡി, നമുക്ക് നേരെ ചോദിച്ചു നോക്കാം. ഹലോ, ഈ വണ്ടി വേണോ? എന്നെ പറ്റിക്കുക തരുമോ? സത്യം ഈ സൈക്കിള് തരും ഉറപ്പാ? അല്ല ഗൈസ്, അപ്പം നമ്മൾ പറഞ്ഞിട്ട് വിസയിക്കണില്ല. ആയിക്കോട്ടെ, എന്നാ കുഴപ്പമില്ല, ഞാൻ എടുത്തോണ്ട്. അല്ല ഗൈസ്, ഓല് സൈക്കിൾ എടുത്തിക്കണം. ഓല് ഫസ്റ്റ് പറ്റിച്ചേക്കാം. നമുക്ക് ടാക്സി വിളിച്ചണോ? കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അല്ല ഗൈസ്, അങ്ങനെ ടാക്സി കിട്ടിയിരിക്കണം. നമുക്ക് നേരെ ഗരാജിക്ക് പോവാം. കാർ ഗരാജിക്ക് പോവാം. അല്ല ഗൈസ്, അങ്ങനെ കാർ ഗരാജിലെത്തി നമ്മളിവിടെ ഇറങ്ങിയിരിക്കണേ. ആ വണ്ടി പോയിക്കണേ. നമുക്ക് നേരെ കാർ ഗരാജിക്ക് പോവാം. ഗൈസ്, ഫസ്റ്റ് ഓല് വിസയിച്ചിട്ടൊന്നുമില്ല, പിന്നെ ഓല് എടുത്ത് നമുക്ക് നേരെ കാർ ഗരാജിൽ വന്നിട്ട് തരാം. അല്ല ഗൈസ്, നമ്മൾ കാർ ഗരാജിൽ നിന്നൊക്കെ വന്നിക്കണേ ഗൈസ്. നമ്മളെല്ലതും കഴിഞ്ഞ് നമുക്ക് ഈ കാർ എടുത്താണ് നമുക്ക് നേരെ വീട്ടിൽ പോവാം. നമുക്ക് വേറെ കാറൊന്നും ഇല്ലല്ലോ ഗൈസ്. നമുക്ക് ഊബറൊക്കെ വിളിച്ചു പോകണേക്കാട്ടി നല്ലത് നമുക്ക് ഇതിൽ പോവാം. ഇത് നമ്മൾ എടുത്തൊക്കെ ഉണ്ടാവും, തട്ടാതെ എടുക്കണം ഗൈസ്. നമുക്ക് നേരെ പോവാം. നമുക്ക് ഗൈസ് അങ്ങനെ നേരെ വീട്ടിലെത്തിക്കണേ ഗൈസ്. നമുക്ക് ഇവിടെ നിർത്തിയിടാം. അത് ഗൈസ്, അപ്പം ഈ കാർ സ്വന്തമാക്കണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളിവിടെ ഇറങ്ങുക, ഇവിടെ ഇറങ്ങിയിരിക്കണം. നമുക്ക് നേരെ. ഹലോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ. ഹലോ ഗൈസ്, ഈ കാർ സ്വന്തമാക്കേണ്ടത് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോക്ക് 1K വ്യൂസ് കിട്ടിയിരിക്കണില്ല. അടുത്തത് ഈ സ്കൂട്ടി ആക്കാരം കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഉറപ്പിച്ച 1K വ്യൂസ് ഉറപ്പിച്ചണം. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.